ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ശിഷ്യന്മാരിൽ നേതൃസ്ഥാനിയായിരുന്നു വിശുദ്ധ പത്രോസ് ശ്ലീഹ. ഈ ശ്ലീഹായുടെ കൽപ്പനയും ശാസനയും അടങ്ങുന്ന വേദവാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക. ഈ വാക്യത്തെ മുൻനിർത്തിയാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. പത്രോസ് ശ്ലീഹായുടെ ഈ ആജ്ഞാവാചകം സ്വീകരിക്കാനോ നിരസിക്കുവാനോ കൊള്ളുവാനോ തള്ളുവാനോ അവസരം നൽകാതെ ആ മുടന്തനായ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അമ്മയുടെ ഗർഭം മുതൽ കാലങ്ങളോളം മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ്റെ കൈക്ക് പിടിച്ചിട്ടാണ് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചത്. അവന് സ്വയമായി എഴുന്നേൽക്കുവാനോ നിൽക്കുവാനോ കഴിയാത്തവനായിരുന്നു. സ്വയമായി സഞ്ചരിക്കുവാൻ ആകാത്തതുകൊണ്ട് അവനെ ചുമന്നും തോളിലേറ്റിയുമാണ് ദൈവാലയ പടിവാതിക്കൽ എത്തിച്ചിരുന്നത്. ഭിക്ഷാടനമായിരുന്നു ആ മുടന്തൻ്റെ മുഖ്യ വരുമാന സ്രോതസ്. അവനും അവൻ്റെ കുടുംബവും അവനെ തോളിലേറ്റുന്നവരും ചുമക്കുന്നവരുമായവരുടെ ഒരു ഉപജീവനമായിരുന്നു മുടന്തിനിലൂടെ നടന്ന് പോന്നിരുന്നത്. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ പടിവാതിക്കലാണ് അവൻ പതിവായി ഇരുന്ന് ഭിക്ഷാടനം നടത്തിയിരുന്നത്. സുന്ദരമെന്ന ദൈവാലയത്തിലേക്കാണ് പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി വന്നിരുന്നത്. ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന പത്രോസിനെയും യോഹന്നാനെയും കണ്ടിട്ട് പതിവ് പോലെയുള്ള അവൻ്റെ യാചനാ സ്വരം ഉയർന്നു. അന്നത്തെ അഹോവൃത്തിക്കുള്ള പണം ലഭിക്കുമെന്നായിരുന്നു അവൻ്റെ ശിരാപടലങ്ങളിൽ ഉണ്ടായിരുന്നത്. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി. തുടർന്ന് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഈ സമയം ഭിക്ഷക്കാരൻ്റെ ആകാംക്ഷ കൂടി. വല്ലതുമൊക്കെ കിട്ടുമെന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. ഫലം നിരാശാജനകമായിരുന്നു. പോക്കറ്റിൽ നിന്നും നാണയത്തുട്ടുകൾ ഒന്നും എടുക്കാതെ വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറയുന്ന കൈയൊഴിയുന്ന പത്രോസിനെയാണ് കാണുന്നതെങ്കിലും എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് കൽപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അവൻ്റെ വലങ്കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. അന്നേരം ഭിക്ഷക്കാരന് ഒട്ടേറെ നീരസവും കോപവും ക്രോധവും ഉണ്ടായേക്കാം. എങ്കിലും അവൻ്റെ വേദനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റതായി കാണുന്നു. മുടന്തനായ മനുഷ്യൻ്റെ കൈക്ക് പിടിക്കും നേരം തന്നെ അവൻ്റെ കാലും നിരയാണിയും ഉറച്ചു. അവൻ കുതിച്ച് എഴുന്നേറ്റ് നടക്കുവാനായിട്ട് തുടങ്ങി.
സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടും അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും ചെയ്തുകൊണ്ടിരുന്ന യാചകനെ കണ്ട ദൈവജനം വിസ്മയവും പരിഭ്രാന്തിയും നിറഞ്ഞവരായി തീർന്നു. മുടന്തനായ മനുഷ്യൻ അവൻ്റെ പതിവ് പരിപാടികളിൽ നിന്നും മുക്തനായപ്പോൾ, അല്പം വേദനയും പ്രയാസവും സഹിക്കുവാൻ അവൻ ഒരുങ്ങിയപ്പോൾ, രോഷാകുലനാകാതെ പത്രോസിനെ അനുസരിക്കുകയും കീഴ്വഴങ്ങുകയും ചെയ്തപ്പോൾ അവൻ്റെ ദുഃഖം ആനന്ദമായി മാറി. അവൻ ദൈവാലയത്തിൽ നടന്നും തുള്ളിയും അവനവിടെ സഞ്ചരിക്കുകയാണ്. ഈ ബൈബിൾ സംഭവത്തോട് ചേർന്ന് ഒരു ദൃശ്യാനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. ഒരു ഭവനത്തിൽ അവരുടെ ജീവനോപാധിയായി വളർത്തിയിരുന്ന അവരുടെ അരുമ വളർത്തു മൃഗമായ പശു പ്രസവിക്കാനുള്ള കഠിന വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളൊരു സുന്ദരിയായ പശുക്കുട്ടിക്ക് ജന്മം നൽകി. കഷ്ടകാലത്തിന് ആ കുഞ്ഞ് എഴുന്നേൽക്കുവാനോ ചലിക്കുവാനോ കഴിയാതെ ജീവനറ്റതുപോലെ കൈകാൽ നിവർത്തി കിടക്കുകയാണ്. ആ കാഴ്ച എല്ലാവർക്കും ഭയാനകമായിരുന്നു. സാധാരണയായി മൃഗങ്ങളുടെ പ്രസവാനന്തരം ചാപ്പിള്ളയല്ലാത്ത കുഞ്ഞുങ്ങൾ ഉടനെ കൈകാലുകൾ നിവർത്തി കുതിച്ച് എഴുന്നേൽക്കുന്നത് പതിവാണ്. പതിവിന് വിപരീതമായി പശുക്കുട്ടി എഴുന്നേൽക്കാതിരുന്നപ്പോൾ തള്ളപ്പശുവിൻ്റെ മട്ടും ഭാവവും മാറി. അമ്മ പശുവിന് ഒരു രൗദ്ര ഭാവം വന്നു. അത് കോൺക്രീറ്റ് നിലത്ത് കാലുകൾ ഉരച്ച് ഒരു ഭീകര ശബ്ദം പുറപ്പെടുവിച്ച് അതിൻ്റെ കുഞ്ഞിന് കുത്തുവാനുള്ള ഭാവത്തിൽ അടുത്തപ്പോൾ പശുക്കുട്ടി കുതിച്ച് ചാടി എഴുന്നേറ്റു. തള്ളപ്പശുവിൻ്റെ ഈ കലിപ്പ് കണ്ടപ്പോൾ ആദ്യം സങ്കടമാണ് തോന്നിയതെങ്കിൽ പിന്നീട് അത് വലിയൊരു സന്തോഷമായി മാറി. പശുക്കുട്ടി ആ കിടപ്പ് കിടന്നിരുന്നുവെങ്കിൽ തള്ള പശു കുഞ്ഞിന് കരുതാതിരുന്നുവെങ്കിൽ, ഒരു ആക്രമണ സ്വഭാവം കുഞ്ഞിനോട് പ്രകടമാക്കിയിരുന്നില്ല എങ്കിൽ ആ ചലനമറ്റ അവസ്ഥയിൽ അത് മൃതി അടയുമായിരുന്നു. ചില ചത്ത അവസ്ഥകളിൽ നിന്നും സ്വയം എഴുന്നേൽക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. ആ ജീവനുള്ള അവസ്ഥ കൈവരിക്കാൻ ആകണമെങ്കിൽ ചിലപ്പോൾ ഒരു പ്രകോപനത്തിൻ്റെ അവസ്ഥയെ നാം നേരിടേണ്ടിയിരിക്കുന്നു. പ്രകോപനപരമായ ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാശത്തിനല്ല, പിന്നെയോ ജീവനിലേക്കുള്ള എഴുന്നേൽപ്പിൻ്റെ അടയാളമായി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രതികൂലതകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിർജീവ അവസ്ഥയിലാകുന്നത് നമുക്കൊരിക്കലും നല്ലതല്ല. ഏത് പ്രകോപനങ്ങളെയും പ്രതികൂലതകളെയും നമുക്ക് കുടഞ്ഞു കളഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ഒരു കൈ നീട്ടുവാനും ഒരു വള്ളിച്ചരട് ഇട്ട് തരുവാനുമേ കഴിയുകയുള്ളൂ. അത് ആഞ്ഞു പിടിക്കേണ്ടതും കുതറി എഴുന്നേൽക്കേണ്ടതും രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു ഒരുക്കവും തയ്യാറെടുപ്പും നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മെ മൂടിക്കിടക്കുന്ന ഏതൊരു ആവരണങ്ങളെയും ഏത് വള്ളി കുരുക്കുകളെയും
വകഞ്ഞ് മാറ്റി നമ്മുടെ മുൻപിൽ നീട്ടപ്പെട്ടതായ കരങ്ങളെ വിടാതെ മുറുകെ പിടിക്കുവാൻ അങ്ങനെ ചെയ്താൽ നാം രക്ഷപ്പെടും എന്നുള്ളത് നിശ്ചയമാണ്. പ്രകോപനങ്ങളെയും പ്രതിസന്ധികളെയും ഭയപ്പെടാതെ അതിൽ നിന്നും ശക്തിയും കരുത്തും ആർജിക്കാനുള്ള അവസരങ്ങളായി അവയെ വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. കടലിലെ വൻ തിരമാലകളിൽ നിന്നും ഏത് പ്രകാരമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ പ്രകൃതിയിലെ വൻ കാറ്റുകളിൽ നിന്നും ഏത് പ്രകാരമാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ പ്രതികൂലതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഊർജം സംഭരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ പടിവാതിക്കലിരുന്ന് മുടന്തനായ ആ മനുഷ്യൻ യാചിക്കുകയാണ്. യാചനയെ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇതുപോലെ മുടന്തനായ മനുഷ്യനെ പോലെ യാചന എന്ന ഒരേ ലക്ഷ്യം മുൻനിർത്തിയാണ് നാമും ജീവിക്കുന്നത്. ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള മുടന്തുകളാണ്. രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അപകടങ്ങൾ, കൂടാതെ നമ്മുടെ വാർദ്ധക്യം എന്നിവയാണ് നമ്മുടെ മുടന്തുകൾ. അതുകൊണ്ട് നമ്മുടെയും ലക്ഷ്യം യാചന മാത്രമാണ്. പണവും സമ്പത്തും സമൃദ്ധിയും നമുക്ക് ഉണ്ടാകണം. ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് സ്വീകാര്യമേ അല്ല. എന്നാൽ പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല എന്നും എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്നും പറഞ്ഞ് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവകരങ്ങളെ ചേർത്ത് പിടിച്ച് എഴുന്നേൽക്കുവാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കൂനിക്കൂടിയിരിക്കുവാൻ കഴിയുന്നതല്ല. നാം തുള്ളിച്ചാടേണ്ടിയിരിക്കുന്നു. ദൈവത്തെ പ്രഘോഷിക്കുവാനും അവൻ്റെ നാമത്തെ സ്തുതിക്കുവാനും അവൻ്റെ നാമത്തെ സാക്ഷിക്കുവാനും നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഇനിയും നമ്മുടെ സ്ഥാനം ഗോപുര നടയിലല്ല, പള്ളി മോണ്ടകത്തുമല്ല, പിന്നെയോ നമ്മുടെ സ്ഥാനം ദൈവാലയത്തിന് ഉള്ളിലാണ് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. പ്രാർത്ഥിക്കുവാനുള്ള 9-ാം മണി സമാഗതമായിരിക്കുന്നു. പ്രാർത്ഥനയും കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവാലയ ഗോപുര പടിവാതിക്കൽ ഇരുന്നിരുന്ന മുടന്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും സ്തുതിച്ചും കൊണ്ട് ദൈവദാസന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ഒപ്പം ദൈവാലയത്തിൽ കടന്നതുപോലെ ദൈവാലയത്തിലെ ആരാധനകളിൽ നമുക്ക് മുഴുകി ജീവിക്കാം. നമ്മെ കണ്ട് ദൈവജനം വിസ്മയിക്കപ്പെടുവാൻ അവസരമുണ്ടാകേണ്ടതുണ്ട്. ഈ നോമ്പുകാലം അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാതയിലൂടെ നടന്നു പോകുവാൻ നമ്മുടെ പോരായ്മകളെ നമുക്ക് അകറ്റി സന്തോഷവും സമാധാനവും അതുപോലെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെയും കാത്തു പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.